സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ബന്ധമാണ് ദാമ്പത്യ ബന്ധം. ഭാര്യ ഭർത്താക്കൾക്ക് പരസ്പരമുള്ള കടമകളും കടപ്പാടുകളും എത്രത്തോളമാണെന്ന് വളരെ പ്രാധാന്യപൂർവം പഠിപ്പിച്ചിട്ടുള്ള മതവുമാണ് ദീനുൽ ഇസ്ലാം. എന്നാൽ ചില ആളുകൾ ഇസ്ലാമിനെ വികൃതമാക്കുന്ന നിലക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ചില തീവ്രവാദങ്ങൾ ഭാര്യാഭർത്തൃ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ പഠിപ്പിച്ചുകൊണ്ട് അതിര് കവിയുന്ന ഒരു സ്വഭാവം ചില മുസ്ലിയാക്കന്മാരിൽ കണ്ടുവരുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു സാമ്പിളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഒരു മുസ്ലിയാർ സംസാരിക്കുന്ന സംസാരം ആദ്യം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഭാര്യയുടെ ഏറ്റവും വലിയ കടമയാണ് ആദ്യം നിസ്കാരം കഴിഞ്ഞ ഉടനെ ആദ്യം ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. ആദ്യം ഭർത്താവിന് വേണ്ടിയിട്ടാണ് ദുആ ചെയ്യേണ്ടത്. ഒരു പെണ്ണിനോട് നബിതങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഉപദേശിച്ച ഉപദേശത്തിൽ പറഞ്ഞ വാക്കാണ് ഒരു ഭാര്യയുടെ കടപ്പാട് എന്ന് പറഞ്ഞാൽ അവൾ സല്ലത്ത് റബ്ബഹ, തന്റെ റബ്ബിന് വേണ്ടി അവൾ നമസ്കരിച്ചു. സുമ്മ തദ്ഉ ലിസൗജിഹാ സുമ്മ തദ്ഉ ലിനഫ്സിഹാ. അവൾ പിന്നെ ആദ്യം ചെയ്യേണ്ടത് അവളുടെ സ്വന്തം ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. അവൾക്ക് വേണ്ടിയല്ല. സുമ്മ തദ്ഉ ലിനഫ്സിഹാ, ഭർത്താവിന് ദുആ ചെയ്തതിന് ശേഷമാണ് അവൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് സല്ലത്തു റബ്ബഹ, അവൾ നമസ്കരിച്ചു. സുമ്മ തദ്ഉ ലിനഫ്സിഹാ, തനിക്ക് വേണ്ടി ദുആ ചെയ്തു. സുമ്മ തദ്ഉ ലിസൗജിഹാ, പിന്നീട് അവളുടെ ഭർത്താവിന് വേണ്ടി അവൾ ദുആ ചെയ്താൽ അവളുടെ നമസ്കാരം അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടും അത്രേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് കൊടുത്ത ഉപദേശമാണിത്. ആയിഷ, ഒരു ഭാര്യയുടെ കടമയാണത്. അതെന്ത് ചെയ്യണം? നമ്മൾ ആദ്യം സ്വന്തം നഫ്സിന് വേണ്ടി നീ നിന്റെ ഭർത്താവിനോട് ദുആക്ക്, എന്നിട്ട് നിന്റെ നഫ്സിന് വേണ്ടി ദുആ ചെയ്യും. അങ്ങനെയാണ് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ തന്നെ ചെയ്യട്ടെ. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൊള്ളട്ടെ. എന്താണ് ഇപ്പൊ ഈ മുസ്ലിയാർ പറയുന്നത്? ഒരു ഭർത്താവിന്, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ ഏറ്റവും വലിയ കടമ എന്താണെന്നാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞത്. നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം ഒരു പെണ്ണ് പ്രാർത്ഥിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണെന്നാ പറയുന്നത്? സ്വന്തം ഭർത്താവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ടേ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതായത് അവൾ നമസ്കാരം നിർവഹിച്ച്, ഏതൊരു പെണ്ണാവട്ടെ, കല്യാണം കഴിഞ്ഞൊരു പെണ്ണാണോ, ആ പെണ്ണ് നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. ആദ്യം പ്രാർത്ഥിക്കേണ്ടത് തൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. എന്നിട്ടാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു എന്നാണ് ഈ മുസ്ലിയാർ പറയുന്നത്. മാത്രമല്ല, ഇനി അതിനെതിര് ചെയ്താലോ? എങ്ങനെയാണ് ആ എതിര് ചെയ്യൽ? ഒരു പെണ്ണ് നിസ്കാരം നിർവഹിച്ച് കഴിഞ്ഞ് അവൾ ദുആ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ആദ്യം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചതെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ്? ഔ സല്ലത്ത് റബ്ബഹ, അവൾ തൻ്റെ റബ്ബിന് വേണ്ടി നിസ്കരിച്ചു. സുമ്മ തദ്ഉ ലിനഫ്സിഹാ, പിന്നെ അവൾ അവൾക്ക് വേണ്ടിയാണ് ദുആ ചെയ്തത്. സുമ്മ തദ്ഉ ലിസൗജിഹാ, പിന്നെ അവൾ തൻ്റെ ഭർത്താവിന് വേണ്ടി പിന്നീടാണ് ദുആ ചെയ്തതെങ്കിൽ അവളുടെ നിസ്കാരം അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടും. എന്നാലോചിച്ച് നോക്കണം നിങ്ങൾ. നിസ്കാരാണ് ബാത്തിലായി പോകുന്നു. ഇത് ആര് പറഞ്ഞതാ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് കൊടുത്ത ഉപദേശാണിത്. ആയിഷ, ഒരു ഭാര്യയുടെ കടമയാണത്. അങ്ങനെയാണ് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ തന്നെ ചെയ്യട്ടെ ഭാര്യമാര് എന്നാണ് ഇദ്ദേഹം ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, എത്ര ഗുരുതരമായ കളവാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഈ പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടുത്തെ വിഷയം എന്താണ്? ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ അതിനൊരു നിയമമുണ്ട്. അതൊരു പൊതുവായ നിയമമാണ്. അത് ഭാര്യയാവട്ടെ, ഭർത്താവാകട്ടെ, ആരാവട്ടെ, ഉമ്മയാവട്ടെ, ഉപ്പയാവട്ടെ, മക്കളാവട്ടെ, ആരാവട്ടെ, ഒരു മനുഷ്യൻ്റെ ദുആക്ക് പൊതുവായ ഇസ്ലാം പഠിപ്പിച്ചൊരു മര്യാദ എന്താണെന്നറിയോ? അതിന് വിശുദ്ധ ഖുർആനിൻ്റെ പല പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ നമ്മൾ നിർവഹിക്കുന്ന തശഹുദിലെ, അത്തഹിയാത്തിലെ പ്രാർത്ഥനാ രീതികളും ഒക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു വന്ന് ദുആയുടെ ഒരു മര്യാദ ആദ്യം അവരവരുടെ കാര്യം തന്നെയല്ലേ ഏറ്റവും വലുത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം തനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അത് ഭർത്താവുള്ള പെണ്ണാണെങ്കിലും അല്ലെങ്കിലും തനിക്ക് വേണ്ടിയാണ് ഒരാൾ പ്രാർത്ഥിക്കേണ്ടത്. തൻ്റെ മാതാപിതാക്കൾക്കാണ് അടുത്ത സ്ഥാനം. അപ്പോൾ മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയിൽ റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ എന്നിങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ നമ്മൾ നമുക്ക് വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് ധാരാളം പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തഹിയാത്തു ചൊല്ലുമ്പോൾ അസ്സലാമു അലൈന, നമ്മുടെ മേൽ രക്ഷയുണ്ടാവട്ടെ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, പിന്നീട് സദ്വൃത്തരായ അള്ളാഹുവിൻ്റെ എല്ലാ ദാസന്മാരുടെ മേലും അള്ളാഹുവിൻ്റെ രക്ഷയും കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന അർത്ഥം വരുന്ന നിലക്ക് നമ്മൾ അത്തഹിയാത്തിൽ ദുആ ചെയ്യുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച ഒരു മര്യാദ എന്നിരിക്കെ യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളം പറയുക എത്ര ഗൗരവമാണത്. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പഠിപ്പിച്ചു കൊടുത്തു എന്ന വേറൊരു കളവും. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊരു ഭാര്യക്കും എത്രത്തോളമാണ് ഭർത്താവിനോട് കടമ എന്നാണ്ട് അതിര് കവിഞ്ഞു പറയാണ്. ദുആ ചെയ്യുമ്പോൾ പോലും നിസ്കാരം കഴിഞ്ഞാൽ ഒരു പെണ്ണ് സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പോകരുത്. ആദ്യം തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നിട്ടേ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവൂ. അതിന് വിരുദ്ധമായി ആദ്യം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിന്നെ തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിസ്കാരം അവളുടെ മുഖത്തേക്കാണ് വലിച്ചെറിയും, അവൾ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. എത്രത്തോളം അപകടകരമായ വാദമാണ് ഈ മുസ്ലിയാക്കൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് തള്ളുന്നത്. ഇത് പറയാൻ പാടുണ്ടോ? ഒറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അതൊരു സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആ ഒരു സാമൂഹികമായ ബോധത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമാണല്ലോ. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കും, തൻ്റെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സമൂഹത്തിന് വേണ്ടി മൊത്തം പ്രാർത്ഥിക്കും. അതൊക്കെ അതിൻ്റെ ഒരു മര്യാദയാണ്. നേരെ മറിച്ച് ഈ ഒരു രൂപത്തിലുള്ള ഒരു തെർത്തീബ്, ഒരു ക്രമം പാലിച്ചിട്ടില്ലെങ്കിൽ ഒരു ഭാര്യ അവളുടെ ഭർത്താവിനോടുള്ള കടമ നിറവേറ്റിയവളാകില്ല എന്നിടത്തേക്കൊക്കെ കാര്യങ്ങളെ അങ്ങ് തീവ്രമായി അവതരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രഭാഷകന്മാർ, അവർ ഈ ശബ്ദം അവർ ശ്രവിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ കള്ളം പറയുന്നതിൻ്റെ ഗൗരവം എത്രയാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദ, ആരെങ്കിലും മനഃപൂർവ്വം എൻ്റെ മേൽ കള്ളം പറഞ്ഞാൽ മഖ്അദഹു മിനന്നാർ, നരകത്തിയിൽ അവൻ്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം സ്ഥാപിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, ഇതൊക്കെ ഓതിപ്പടിച്ചവരല്ലേ ഈ മുസ്ലിയാക്കന്മാർ? എന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂല് പറയാത്തവന്ന് റസൂലുള്ള പറഞ്ഞു എന്ന പച്ചക്കള്ളം ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചാൽ എത്രമാത്രം അത് ഗുരുതരമായ തെറ്റാണെന്ന് ചിന്തിച്ചുകൊണ്ട് തിരുത്തണം എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ പറഞ്ഞ ഈ കളവ് അവർ തിരുത്തുകയും സമൂഹത്തോട് അത് തിരുത്തി പറയുകയും ചെയ്തുകൊണ്ട് അവരുടെ ആത്മാർത്ഥതയെ അവർ തെളിയിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ ഇവിടെ ഇസ്ലാമികമായിട്ടുള്ള യാതൊരു നിലവാരവുമില്ലാത്ത ദുഷ്പ്രചരണം ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിപ്രചരിപ്പിക്കുന്നതിൻ്റെ പാപഭാരം ഇത്തരത്തിലുള്ള പ്രഭാഷകന്മാർ ഏൽക്കേണ്ടി വരും. ഇതൊരു അബൂബക്കർ ഖാസിമി എന്ന് പറയുന്ന തെക്കൻ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണിത് സംസാരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളത് തിരുത്തട്ടെ. എല്ലാവർക്കും സന്മാർഗത്തിലേക്ക് മടങ്ങുവാനും സത്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇസ്ലാമികമായ പ്രബോധനം നിർവഹിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.